ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. പുഡിങ്ങെന്നോ അല്ലെങ്കിൽ സ്വീറ്റ് എന്നൊക്കെ പറയാം. വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, ആ രീതിയിലുള്ളൊരു റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതുപോലെ ഇത് ഉണ്ടാക്കാനും അതെ നല്ല എളുപ്പമാണ്. നമ്മുടെ അടുത്ത് എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു 3 ചേരുവകളാണ് നമുക്ക് ഈ റെസിപ്പിക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ആദ്യം 1 കപ്പ് നാളികേരപ്പാൽ. ഇതിന് വേണ്ടി നമ്മൾ പശുമ്പാലൊന്നും എടുക്കരുത്, നാളികേരപ്പാൽ വെച്ചിട്ട് ചെയ്യേണ്ട ഒരു റെസിപ്പിയാണിത്. അപ്പോൾ പാലെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക. 1-ാം പാൽ വേണം എടുക്കാൻ. വെള്ളമൊന്നും ചേർക്കാതെ പിഴിഞ്ഞെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമ്മളിപ്പോൾ നാളികേരം മിക്സിയിലാണ് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 2.5 കപ്പ് നാളികേരത്തിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. മിക്സിയിൽ അടിക്കുമ്പോൾ കുറച്ച് വെള്ളം നമ്മൾ ചേർക്കേണ്ടി വരും, അല്ലാതെ അത് ശരിക്കും അങ്ങോട്ട് അടിഞ്ഞു കിട്ടില്ല. അപ്പോൾ വെള്ളം ചേർക്കാതെ പാൽ പിഴിഞ്ഞെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് മുട്ടയാണ്. 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിനായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് കരിപ്പെട്ടിയാണ്. കരിപ്പെട്ടി എന്ന് പറയുമ്പോൾ പാം ജാഗ്രി. ഇത് വട്ടലപ്പം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശ്രീലങ്കൻ റെസിപ്പിയാണ്. ഇതിൽ മധുരത്തിനായിട്ട് കരിപ്പെട്ടിയാണ് ചേർക്കുക. കരിപ്പെട്ടി ചേർക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റും ആ ഒരു ടെക്സ്ചറൊക്കെ കിട്ടുക. ഇനിയിപ്പോൾ അത് കയ്യിലില്ലെങ്കിൽ അപ്പോൾ പഞ്ചസാരയോ അല്ലെങ്കിൽ സാധാരണ ശർക്കരയോ ചേർത്താലും മതി. അപ്പോൾ ശർക്കര ചേർക്കുകയാണെങ്കിൽ കല്ലും പൊടിയൊന്നും ഇല്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ശർക്കരയുടെ പൊടി വാങ്ങാൻ കിട്ടുമല്ലോ, അതെടുക്കാവും കൂടുതൽ നല്ലത്. ഇനി ആദ്യം നമുക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനി ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് മിക്സിയിലൊന്നും അടിച്ചെടുക്കരുത്. ഇതുപോലെ ഒരു വിസ്കോ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങോട്ട് പതയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് അങ്ങോട്ട് അടിച്ചെടുക്കുക ഈ ഒരു രീതിയിൽ. ഇനി നമുക്കൊരു ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് മധുരത്തിനായിട്ട് ആ കരിപ്പെട്ടി ചേർക്കാം. അപ്പോൾ കരിപ്പെട്ടി അതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതൊരു കത്തിയോ പീലറോ എന്തെങ്കിലും വെച്ചിട്ടൊന്നങ്ങോട്ട് ചുരണ്ടി എടുത്താൽ മതി. എന്നിട്ടത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. കരിപ്പെട്ടിയുടെ അളവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് വേണം ചേർക്കാൻ. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 250 ഗ്രാമിനടുത്ത് നമ്മൾ ചേർത്തിട്ടുണ്ടാവും. എന്നിട്ട് നാളികേരപ്പാലും ആ കരിപ്പെട്ടിയും കൂടിയിട്ട് നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ആ മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മുട്ട ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് മധുരം കുറച്ച് കുറവായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് വീണ്ടും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ ഏലക്കപ്പൊടിയാണ് ചേർക്കുന്നത്. നല്ലൊരു ഫ്ലേവർ കിട്ടാനും പിന്നെ ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് ഒഴിവാകാനും വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം. ഈ ഏലക്കപ്പൊടിയുടെ കൂടെ ജാതിക്ക പൊടിച്ചതും അതുപോലെ പട്ട പൊടിച്ചതൊക്കെ ചേർക്കാൻ കണ്ടിട്ടുണ്ട്. നമുക്കതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും ചേർക്കാം. പിന്നെ അതിൽ ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതിന് ശേഷം നമുക്കിതിനി വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് നെയ്യൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ മിക്സ് നമുക്ക് ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇതെല്ലാം മുട്ടയുടെ അതുപോലെ കരിപ്പെട്ടിയുടെ ഒക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളിനി ഇത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു തട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഈ പാത്രം അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ചെറിയൊരു അടപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്താലും മതി. നമ്മളിത് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ആവി വെള്ളം ഡയറക്റ്റായിട്ട് അതിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അടപ്പ് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഒരു 30-35 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കത്തി വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വിരൽ വെച്ചിട്ട് ആ മേൽഭാഗം ഒന്ന് തൊട്ട് നോക്കുക. വിരലിലൊന്നും ഒട്ടി പിടിക്കണില്ലെങ്കിൽ നന്നായിട്ട് വെന്തോന്ന് അർത്ഥം. അതിനുശേഷം ഇത് ചൂടാറാനായിട്ട് പുറത്തെടുത്ത് വയ്ക്കാം. എന്നിട്ട് പിന്നെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത് കഴിക്കുമ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നന്നായിട്ടും തണുപ്പിച്ചതിന് ശേഷം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഇതൊന്നും കൂടി നന്നായിട്ട് സെറ്റായി വരും ചെയ്യും. അതിനുശേഷം നമുക്കത് ഇഷ്ടമുള്ള രീതിയിൽ കഴിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ അതുപോലെ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. നല്ല സോഫ്റ്റാണ്. വായിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് അലിഞ്ഞു പൊക്കോളും. അത്രയും സോഫ്റ്റാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ. മുട്ട വെച്ചിട്ട് നമ്മൾ പുഡിങ് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ നാളികേരപ്പാലും ആ കരിപ്പെട്ടിയൊക്കെ ചേർത്തുകൊണ്ട് അതിനതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ കരിപ്പെട്ടി ചേർത്തുകൊണ്ട് കുറച്ചും കൂടി ഹെൽത്തിയാണ് കഴിക്കാൻ.
അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്